ഹായ് ഫ്രണ്ട്സ്, ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് LDC, LGS, യൂണിവേഴ്സിറ്റി LGS ഒക്കെ എഴുതുന്ന കൂട്ടുകാർക്കായി GK ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. 301-ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് തുടങ്ങുന്നത്. തിരുനാവായ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുനാവായ ഏത് ജില്ലയിലാണ്? എൻ്റെ ഉത്തരം സി ആണ്, മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ല. 302 ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് എവിടെയാണ് നടപ്പാക്കിയത്? ഉത്തരം എ ആണ്, നീണ്ടകരയിലാണ്. നീണ്ടകര. 103 മലമ്പുഴ അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സി ആണ്, പാലക്കാട് ജില്ലയിലാണ് മലമ്പുഴ അണക്കെട്ട്. അത് നോക്കാം. കേരള കുംഭമേള എന്നറിയപ്പെടുന്നത്? ഉത്തരം എ ആണ്, മകരവിളക്ക്. മകരവിളക്ക്. അടുത്ത ദിവസം നോക്കാം. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതിൻ്റെ ഉത്തരം സി ആണ്, എറണാകുളം. എറണാകുളം ജില്ലയിലാണ് ബ്രഹ്മപുരം ഡീസൽ പ്ലാന്റ്. കേരളത്തിലെ ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോ ആയ ഉദയ സ്റ്റുഡിയോ എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്? ഉത്തരം എ ആണ്, ആലപ്പുഴയിലാണ്. ആലപ്പുഴ. 307 താഴെ പറയുന്നതിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ജില്ല? ഉത്തരം ബി ആണ്, ഇടുക്കി. 308 തേക്കടി വന്യജീവി സങ്കേതം 1934 ആരംഭിച്ചത് ആര്? ഉത്തരം ബി ആണ്, ചിത്തിര തിരുനാളാണ്. ചിത്തിര തിരുനാൾ. 1744 ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ആര്? ഉത്തരം ബി ആണ്, ഡച്ചുകാരാണ് ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത്. ബോൾഗാട്ടി പാലസ്, എറണാകുളം ജില്ലയാണ്. 110 കേരളത്തിലെ ആദ്യ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം എവിടെയാണ്? ഉത്തരം എ ആണ്, തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം. അടുത്തത് കേരള പ്രസ് അക്കാദമി. കേരള പ്രസ് അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇതിൻ്റെ ഉത്തരം ബി ആണ്, കൊച്ചി. കേരള പ്രസ് അക്കാദമി കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 112 രാമരാജ ബഹാദൂർ എന്ന കൃതിയിൽ ആരുടെ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്? ഉത്തരം ഡി ആണ്, രാജ കേശവദാസൻ. രാജ കേശവദാസൻ. 113 താഴെ പറയുന്നതിൽ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടാത്തതാര്? ചങ്ങമ്പുഴയാണ്. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നവരാണ് കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, ചെറുശ്ശേരി ഒക്കെ. 314 കേരളത്തിന് തെക്കേ അറ്റത്തെ നദി? ഉത്തരം എ ആണ്, നെയ്യാറാണ്. നെയ്യാർ. ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ പ്രവർത്തനക്ഷമമായത്? ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ പ്രവർത്തനക്ഷമമായത്? എൻ്റെ ഉത്തരം എ ആണ്, ചെങ്കോട്ട. ചെങ്കോട്ട, പുനലൂർ. 316 1991 ഏപ്രിൽ 18 കേരള ചരിത്രത്തിലെ പ്രാധാന്യം എന്താണ്? ഉത്തരം
ഉത്തരമേയാണ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു. 117. തിരുവനന്തപുരത്ത് വാനനിരീക്ഷണശാല സ്ഥാപിച്ച രാജാവാര്? ഉത്തരം ബി സ്വാതി തിരുനാൾ. സ്വാതി തിരുനാൾ. 118. മംഗളാദേവി ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സി ആണ് ഇടുക്കി. 119. പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി? ഉത്തരം ഡി പെരിയാറാണ്. പെരിയാർ. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള താലൂക്ക് ഏത്? ഉത്തരം സി ആണ് നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകരയാണ് കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള താലൂക്ക്. 121. സംക്ഷേപ വേദാർത്ഥത്തിന്റെ കർത്താവ് ആര്? സംക്ഷേപ വേദാർത്ഥത്തിന്റെ കർത്താവ് ഫാദർ ക്ലെമന്റ്. 120. കുലശേഖരന്മാരുടെ ആസ്ഥാനം? മഹോദയപുരം. മഹോദയപുരം. 123. കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത്? എൻ കൃഷ്ണപിള്ളയാണ്. എൻ കൃഷ്ണപിള്ള കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത്. 124. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം? ബി അറയ്ക്കൽ രാജവംശമാണ്. അറയ്ക്കൽ. 125. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല? ഉത്തരം ബി ആണ് പത്തനംതിട്ട ജില്ല. പോളിയോ വിമുക്ത ജില്ലയാണ് ആദ്യത്തെ പത്തനംതിട്ട. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. ഉത്തരം ബി കുന്തിപ്പുഴ. 127. നല്ലളം താപവൈദ്യുത നിലയം ഏത് ജില്ലയിലാണ്? എ ആണ് കോഴിക്കോട് ജില്ലയിലാണ് നല്ലളം താപവൈദ്യുത നിലയം. 328. ഏത് നദിയുടെ പ്രാചീന കാലനാമമാണ് ബാരിസ്? ഉത്തരം സി ആണ് പമ്പ. പമ്പ നദിയുടെ പ്രാചീന കാലനാമമാണ് ബാരിസ് എന്നറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള താലൂക്ക് ഏത്? ഉത്തരം എ ആണ് കാസർഗോഡ്. കാസർഗോഡാണ്. താഴെ പറയുന്നത് കിഴക്കോട്ട് ഒഴുകുന്ന നദി അല്ലാത്തത് ഏത്? ഉത്തരം ഡി ആണ് പെരിയാർ. കിഴക്കോട്ട് ഒഴുകുന്ന നദി അല്ലാത്തത് പെരിയാറാണ്. 110. തിരുവനന്തപുരത്ത് ചാലക്കമ്പോളം സ്ഥാപിച്ചതാര്? തിരുവനന്തപുരത്ത് ചാലക്കമ്പോളം സ്ഥാപിച്ചത് ഉത്തരം എ ആണ് രാജാ കേശവദാസാണ്. രാജാ കേശവദാസ്. 111. മാനവേദൻ എന്ന സാമൂതിരി രാജാവ് രൂപം നൽകിയ കലാരൂപം ഏത്? മാനവേദൻ എന്ന സാമൂതിരി രാജാവ് രൂപം നൽകിയ കലാരൂപമാണ് ഉത്തരം ബി ആണ് കൃഷ്ണനാട്ടം. കൃഷ്ണനാട്ടം. 333. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ വർഷം ഏത്? എൻ്റെ ഉത്തരം സി ആണ് 1888. 1888. 334. താഴെ പറയുന്നവരിൽ നിവർത്തന പ്രക്ഷോഭണത്തിന് നേതൃത്വം നൽകാത്ത നേതാവാര്? ഉത്തരം ബി ആണ് മന്നത്ത് പത്മനാഭൻ. 335. കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ നേതാവ്?
ഉത്തരം എ ആണ്. ജുബ രാമകൃഷ്ണ പിള്ള. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി നിയോജക മണ്ഡലം ഏത്? ഉത്തരം സി ആണ്. മഞ്ചേശ്വരം. 27. കേരള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആര്? ഉത്തരം സി ആണ്. ജോൺ മത്തായി ആണ്. 338. ഏത് നദിയുടെ പോഷക നദിയാണ് തൂതപ്പുഴ? ഉത്തരമേണ് ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് തൂതപ്പുഴ. നോക്കാം. തിരുക്കൊച്ചിയിൽ അഞ്ചൽ വകുപ്പ് നിർത്തലാക്കിയ വർഷം ഏത്? ഉത്തരം ഡി ആണ്. 1951 തിരുക്കൊച്ചിയിൽ അഞ്ചൽ വകുപ്പ് നിർത്തലാക്കിയത്. 340. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയായ മണിയാർ ഏത് ജില്ലയിലാണ്? ഉത്തരം ബി ആണ്. പത്തനംതിട്ട ജില്ലയിലാണ്. നോക്കാം. സ്വാതന്ത്ര്യാനന്തരം തിരുവിതാംകൂർ ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മ വഹിച്ചിരുന്ന പദവി? ഉത്തരം ബി ആണ്. രാജപ്രമുഖ്. നോക്കാം. ശിവഗിരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി? ഉത്തരം സി ആണ്. പെരിയാർ. അടുത്തത് ചൈന കളിമണ്ണ് സുലഭമായി കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം ഡി ആണ്. കുണ്ടറയിലാണ് ചൈന കളിമണ്ണ്. അടുത്തത് നോക്കാം. കേരളത്തിൽ നിലക്കടല കൃഷിയിൽ മുന്നിട്ട് നിൽക്കുന്ന ജില്ല? ഉത്തരം എ ആണ്. പാലക്കാട് ജില്ലയാണ്. 145. കേരളവുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏത്? ഉത്തരം ബി ആണ്. മാഹി. എടുത്തു നോക്കാം. ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബി ആണ്. കാസർഗോഡ് ജില്ലയിലാണ് ബേക്കൽ കോട്ട. 147. 1920 നവംബർ 10 കേരള ചരിത്രത്തിലുള്ള പ്രാധാന്യം എന്ത്? ഉത്തരം എ ആണ്. വാഗൺ ട്രാജഡി നടന്ന ദിവസം. നമുക്ക് നോക്കാം. നീള എന്ന പേരിലും അറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം ഡി ആണ്. ഭാരതപ്പുഴ. നീള എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. അതുപോലെ കേരളത്തിൽ ഇരുമ്പ് നിക്ഷേപം കൂടുതലായി കാണപ്പെടുന്ന ജില്ല? ഉത്തരമാണ്. കോഴിക്കോട് ജില്ലയിലാണ് ഇരുമ്പ് നിക്ഷേപം കൂടുതലായി കാണപ്പെടുന്നത്. 150. കൊച്ചി തുറമുഖത്തിൻ്റെ ആർക്കിടെക്ട് ആര്? ഉത്തരം ബി ആണ്. റോബർട്ട് ബ്രിസ്റ്റോ ആണ്. 50 ക്വസ്റ്റ്യൻസാണ്. കൂട്ടുകാരൊക്കെ നോക്കാം. വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.